കൈ പിടിക്കും. ഓടല്ലേ ഓടല്ലേ, അവര് പോവാനാവുന്നേ ഉള്ളൂ. അയ്യോ അയ്യോ. നീതു ചേച്ചി കുട്ടികളൊക്കെ തിരിച്ചു പോവാണ് കോഴിക്കോടേക്ക്. ടാറ്റ പറഞ്ഞോ. എവിടെ ടാറ്റാ ടാറ്റാ. അവ കൊടുക്ക് ചന്തു. എന്താ കൊണ്ട ചന്തുനെ ഞങ്ങൾ കൊണ്ടോട്ടെ. ചന്തുനെ ഞങ്ങൾ കൊണ്ടോട്ടെ എന്ന്. എപ്പോഴാണ് വരിക? ബൈ ബൈ ടാറ്റാ ടാറ്റാ പറ ചന്തു. കാട്ടിരുന്നു നേരത്തെ. പോയി പോയി. മണിക്കുട്ടി പോയില്ല. ഒരെണ്ണത്തിനെ കൊണ്ടോട്ടെ വെക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വല്യച്ഛൻ മിസ്റ്റർ പാർത്തൻ ഉള്ളാട്ടിൽ. ഹലോ, നൈസ് ടു മീറ്റ് യു. ഇത് ഇന്നമ്മ. ഇത് അച്ഛൻ്റെ ചേട്ടനാട്ടോ. ഇവിടെയാണ് മണി ആൻഡ് മണി ഉള്ളത്. അച്ഛൻ താമരക്കുളം കാണിച്ചു തരാം, അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം അറിഞ്ഞ് വന്ന് അവസാനം താമരക്കുളവും ഇല്ല, ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. എന്നിട്ട് അവസാനം ഒരു സാധാ ഒരു പുഴയ്ക്കാണ് കൊണ്ടുവന്നത്. കുതിരയുള്ള പുഴയൊന്നല്ല, എന്നിട്ട് അതെ 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 ആ അച്ഛൻ മുന്നിൽ ഇറങ്ങിക്കോ. ഇതാണ് കുതിരപ്പുഴ. എന്താ അച്ഛൻ അതിന് കുതിരപ്പുഴ എന്ന് പേര് വരാൻ കാരണം? അച്ഛനപ്പോ ഇവിടെ ആയിരുന്നു പണ്ടൊക്കെ സ്ഥിരം. നമ്മുടെ നിലമ്പൂര് ചക്കാലക്കുത്ത് ഭാഗത്താട്ടോ ഈ കുതിരപ്പുഴ ഉള്ളത്. ഈ കാണുന്ന പാലത്തുകൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ പുഴയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ചന്തു ചെരുപ്പിലൊക്കെ ചളിയാവും കേട്ടോ. ചന്തുവിനെ സകലമാന കുരുത്തക്കേടുകളും പഠിപ്പിക്കുന്നത് അച്ഛനാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒന്ന് പുഴയിലൊന്ന് ഇറക്കണ്ടേ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് തന്നെ അച്ഛനോനെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടാവും. വാ മീനിനെ പിടിക്ക്. എന്താ ചന്തു സ്റ്റക്കായല്ലോ. പണ്ട് മഞ്ജു വാര്യരുടെ കാക്കക്കറുമ്പൻ കണ്ട കുറുമ്പൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, ഈ പുല്ലൊന്ന് കിട്ടണം, ഇതൊന്ന് പറിക്കണം എന്നൊക്കെ. ഞാൻ എന്തായാലും പറിക്കുന്നില്ല, കാരണം ഇത് പറിച്ചു കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ കാണുന്നത് തന്നെയാണ് ഭംഗി. ഇവിടെ അപ്പുറത്തൊക്കെ ഓരോരുത്തർ കുളിക്കുന്നുണ്ട്. ഈശ്വര, ഒളി ക്യാമറ വെച്ച് പറഞ്ഞിട്ട് എന്നെ വല്ലൊരു പിടിച്ച് തല്ലുമാവോ? തല്ല് കിട്ടും. നനഞ്ഞു 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 നനഞ്ഞു. അച്ഛാ കുട്ടി നനഞ്ഞിക്കണു. ആരെങ്കിലും വെള്ളത്തിൽ ഇരിക്കൂ ചന്തു? പിച്ചോളൂ പിച്ചോളൂ. എന്താ ഒരു ഓയില് പോലെ എന്തോ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ. പിന്നല്ലേ എവിടെ മീമി? എവിടെ? അമ്മ ഇന്ന് ചന്തുവിനും അച്ഛനും പാർസൽ അയക്കും. ഇന്ന് കിട്ടും ചന്തുവിനും അച്ഛനും. ഇന്ന് കിട്ടും കേട്ടോ, കിട്ടലാവും. ഞാൻ പറയും എനിക്കറിയില്ലാന്ന്. കുട്ടി എങ്ങനെ നനഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനറിയാം, അച്ഛൻ പറയണം മറുപടി. അച്ഛാ വെള്ളത്തില് പുഴയിൽ വന്നാ പിന്നെ നനിയില്ലേ ചന്തു?
എന്താ ഇവൻ പോരൂലാന്നോ? എന്നാ വാ നമ്മൊന്ന് എടുത്തു നോക്കിയാ ഞാൻ ഒന്നും കാണട്ടെ. എന്നാ മെല്ലെ പോവാ. എന്നാ പോവാ കേട്ടോ. എന്നാ വാ ചന്തു പോവാ. വാ നീ വേറെ പുഴയ്ക്ക് വാ. എടുത്തച്ചാ വരൂ അച്ഛാ. ചന്തുവിനൊരു കാളി കയറാണ്ട്. അച്ഛാ മെല്ലെ പാക്കപ്പ്. തൊടാൻ സമ്മതിക്കില്ല. ആ മതി 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 അച്ഛാ മതി അച്ഛാ എടുത്തോ. പൊക്കിക്കോ. ബായ് പറ. പുഴയ്ക്ക് ടാറ്റ കൊടുക്ക ചന്തു. ചന്തു പുഴയ്ക്ക് ടാറ്റ കൊടുക്ക്. പിന്നെ വരാ പറയൂ പുഴേനോട്. പിന്നെ വരാ പറഞ്ഞേക്ക്. ടാറ്റ ടാറ്റ. അത് വില്ലേക്കളി. ഇതാ സ്റ്റാർ വാങ്ങി, ബോള് വാങ്ങി. ചന്തുവിന്റെ കൈയൊന്ന് പൊള്ളിട്ടോ. അമ്മ ചന്തുവിന്റെ സ്വർണ്ണവളങ്ങൾ കണ്ടില്ല? ചന്തുവിന് വളയിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സ്വർണ്ണവള ഇട്ട അപ്പം അത് ഊരി കളയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ ചന്തുവിന് വാങ്ങിയ വളയാണ്. വാ ഇത് കണ്ടോ, ഇത് ഇന്നലെ അച്ഛനും ചന്തും കൂടി ഇസ്തിരി ഇട്ടതാണ്. ഇസ്തിരിപ്പെട്ടി തട്ടിയതാണ്. പിന്നെ വല്യമ്മ വന്നിട്ടുണ്ട്. വല്യമ്മ ചിരിക്കും. വല്യമ്മേ ഇതാണ് അമ്മേൻ്റെ ബേച്ചേച്ചി, ഞങ്ങളുടെ വല്യമ്മയാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് വയ്യാത്തൊക്കെ കാരണം വല്യമ്മ വന്നതാട്ടോ ഇവിടേക്ക്. ഒന്ന് ചിരിക്കും വല്യമ്മേ. വല്യമ്മേൻ്റെ വീട് മഞ്ചേരിയാണ്. വല്യമ്മ സ്റ്റക്കായി നിൽക്കാണ്. ആ മഞ്ചേരിയാണ് വല്യമ്മേൻ്റെ വീട്. അത്രേ ഉള്ളൂ. ആ എന്നാ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അച്ഛാ എന്നൊരു ബായ് പറഞ്ഞോളൂ. ഓക്കെ ബൈ.